രമേശ് ചെന്നിത്തല നാളെ ഡൽഹിക്ക് പോകും. രാവിലെ 6:30 വിമാനത്തിലാണ് പോകുന്നത്. മഹാരാഷ്ട്ര PCC ചർച്ചകൾക്കാണ് പോകുന്നത് എന്നാണ് ചെന്നിത്തലയുടെ ഓഫീസ് അറിയിക്കുന്നത്. യാത്ര നേരത്തെ തന്നെ നിശ്ചയിച്ചതാണെന്നും ആണ് വിശദീകരണം. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, മഹാരാഷ്ട്ര PCC ചർച്ചകൾക്കായി പോകുന്നതിൽ അസ്വാഭാവികതയില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രി ചർച്ചകൾ വളരെ സജീവമായി നിൽക്കെ ചെന്നിത്തല തന്റെ സീനിയോറിറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലുള്ള യാത്ര അത് അത്ര സ്വാഭാവികമായി കരുതാമോ? ശ്രീജ, മിന്നുന്ന വിജയത്തിനിടയിലും മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല. അതിൽ KC വേണുഗോപാലാണോ, VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ എന്നുള്ള ചർച്ചകൾ ഇന്നും തുടരുകയായിരുന്നു. മൂന്ന് നേതാക്കന്മാരുടെയും പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ സംസ്ഥാനത്താകെ നിറയുന്നു. ഇതിനിടയിലാണ് വൈകുന്നേരത്തോടെ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്. രമേശ് ചെന്നിത്തല ഡൽഹിക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത. ചെന്നിത്തലയുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ ആ വാർത്ത ശരിവെക്കുകയാണ്. രാവിലെ 6:30 വിമാനത്തിൽ ഡൽഹിക്ക് പോകും രമേശ് ചെന്നിത്തല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ അവർ നൽകുന്ന വിശദീകരണം രമേശ് ചെന്നിത്തലയുടെ ഈ യാത്ര നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. കാരണം മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ മഹാരാഷ്ട്ര PCCയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നേരത്തെ തന്നെ ഡൽഹിയിൽ വെച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഇതിന് നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ആ യാത്രയിൽ അസ്വാഭാവികതയൊന്നുമല്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടെ KC വേണുഗോപാൽ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയുടെ യാത്ര എന്നുള്ളത് കൗതുകമാണ്. രാവിലെ രമേശ് ചെന്നിത്തല ഏതായാലും ഇനി ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പ്രധാനമായും ഡൽഹി വേദിയാകും. ദേശീയ നേതൃത്വവുമായുള്ള ആശയവിനിമയങ്ങൾ ഉണ്ടാകും. KC വേണുഗോപാൽ എന്തായാലും ഹൈക്കമാൻഡുമായിട്ടുമൊക്കെ കേരളത്തിലെ സ്ഥിതിഗതികൾ അവരെ ധരിപ്പിക്കുകയും ചെയ്യും. KC വേണുഗോപാലിന് 2 ദൗത്യമുണ്ട് ഡൽഹിയിലേക്ക് പോയതിന് പിന്നിൽ. ഒന്ന് തമിഴ്നാട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, അതിനൊപ്പം തന്നെ കേരളത്തിലെ കാര്യങ്ങളും ചർച്ച ചെയ്യണം. അപ്പോൾ രമേശ് ചെന്നിത്തല കൂടി രാവിലെ ഡൽഹിയിൽ എത്തുമ്പോൾ ഈ 2 നേതാക്കളും ഡൽഹിയിൽ തുടരുന്നത് ഏതായാലും രാഷ്ട്രീയ കൗതുകമാണ്. രാഷ്ട്രീയമായ ചില സൂചനകൾ അത് നൽകുകയും ചെയ്യുന്നുണ്ട്. VD സതീശൻ ഇന്ന് വൈകുന്നേരം കൊച്ചിയിലേക്ക് പോയി അവിടെ വലിയ സ്വീകരണമൊക്കെ ലഭിച്ചു. ഒരുപക്ഷെ നാളെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ കേന്ദ്ര നിരീക്ഷകർ കേരളത്തിലേക്ക് ഉടൻ വരും. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഒക്കെ വരും എന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഡൽഹി യാത്ര. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് പറയുന്നത് അത് നേരത്തെ നിശ്ചയിച്ച യാത്രയാണ്, അതിൽ അസ്വാഭാവികതയൊന്നുമില്ല, കേരളത്തിലെ സ്ഥിതിഗതികളുമായി ബന്ധമില്ല എന്നുള്ളതാണ്. ഏതായാലും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും നാളെ ഡൽഹിയിലുണ്ട് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചും കേരളത്തിലെ കോൺഗ്രസ് അണിയറ നീക്കങ്ങളെ സംബന്ധിച്ചും പ്രധാനമാണ്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്, തിരുവനന്തപുരത്ത്.